ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും വലിയ വിജയമാണ് ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബിജെപിക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ചു നിന്നുള്ള മത്സരത്തിലാണ് ബിജെപിയുടെ ഈ മിന്നും വിജയം. സീനിയർ ഡെപ്യൂട്ടി മേയറായി കുൽജിത് സിംഗ് സിന്ധുവും ഡെപ്യൂട്ടി മേയറായി രജീന്ദർ ശർമ്മയും തിരഞ്ഞെടുക്കപ്പെട്ടു. ബിജെപിയുടെ കുൽജിത് സിംഗ് സിന്ധു 19 വോട്ടും കോൺഗ്രസിന്റെ ഗുർപ്രീത് ഗബി 16 വോട്ടും നേടി. ഒരു വോട്ട് അസാധുവായി. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ ബിജെപി 19 വോട്ടും കോൺഗ്രസ് AAP സഖ്യം 17 വോട്ടുമാണ് നേടിയത്. മേയർ കുൽദീപ് കുമാറാണ് ഫലം പ്രഖ്യാപിച്ചത്. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ബിജെപി വിജയിച്ചത് സുപ്രീം കോടതി തടഞ്ഞിരുന്നു. റിട്ടേൺ ഓഫീസർ ബാലറ്റ് പേപ്പറിൽ കൃത്രിമം കാട്ടിയെന്ന് ആരോപണത്തെ തുടർന്നായിരുന്നു ഇത്. ഇതിനിടെ AAPയുടെ 3 അംഗങ്ങൾ ബിജെപിയിലേക്ക് കൂറുമാറിയതാണ് ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത്. ഇന്ത്യ സഖ്യത്തിന്റെ നിർമ്മല ദേവിയെ 2 വോട്ടുകൾക്കാണ് രജീന്ദർ ശർമ്മ പരാജയപ്പെടുത്തിയത്. ശർമ്മയ്ക്ക് 19 വോട്ടുകളും നിർമ്മല ദേവിക്ക് 17 വോട്ടുകളും ലഭിച്ചു. ആകെ 36 വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത്. ഇന്നലെ 10:30ഓടെയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. ചണ്ഡീഗഡ് MPയും ബിജെപി നേതാവുമായ കിരൺ ഖേർ ആദ്യ വോട്ട് ചെയ്തു. മുനിസിപ്പൽ കോർപ്പറേഷനിലെ എക്സ് ഒഫീഷ്യൽ അംഗമെന്ന നിലയിൽ ചണ്ഡീഗഡ് MPയ്ക്കും വോട്ടുണ്ട്. ജനുവരി 30-നാണ് വിവാദമായ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്ന് സീനിയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിൽ സിന്ധുവും ശർമ്മയും വിജയിച്ചതായും വാരണാധികാരി പ്രഖ്യാപിച്ചിരുന്നു. വോട്ടെണ്ണലിൽ കൃത്രിമം കാണിച്ചതിന് വാരണാധികാരിക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതി റദ്ദാക്കുകയും ഇന്ത്യ സഖ്യത്തിന്റെ കുൽദീപ് കുമാറിനെ മേയറായി പ്രഖ്യാപിക്കുകയുമായിരുന്നു. 36 അംഗങ്ങളാണ് ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഉള്ളത്. എക്സ് ഒഫീഷ്യൽ അംഗമായ MP ഉൾപ്പെടെ 18 അംഗങ്ങളാണ് ബിജെപിക്കുള്ളത്. കോൺഗ്രസിന്റെ 7ഉം AAPയുടെ 10ഉം ഉൾപ്പെടെ 17 അംഗങ്ങളാണ് നിലവിൽ ഇന്ത്യ സഖ്യത്തിനുള്ളത്. ശിരോമണി അകാലിദളിന്റെ ഒരംഗത്തിന്റെ പിന്തുണയും കൂടി ആയതിനോടെ ബിജെപി സ്ഥാനാർത്ഥിക്ക് 19 വോട്ട് ലഭിക്കുകയായിരുന്നു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.